നീ എൻ സ്വന്തം ഭാഗം 88. അവൾക്ക് ഇത്രയും വിശപ്പുള്ളത് കൊണ്ടാണെന്ന് താൻ അറിഞ്ഞില്ലല്ലോ. അവന് അവളോട് വല്ലാത്ത സ്നേഹം തോന്നി. അതോടൊപ്പം അവളോട് അങ്ങനെ പെരുമാറുന്ന വീട്ടുകാരോട് ദേഷ്യവും തോന്നി. അതിൽ അവളുടെ സ്വന്തം അച്ഛനും ഉള്ളതായിരുന്നു അവനെ ഏറ്റവും കൂടുതൽ ദേഷ്യത്തിലാക്കിയത്. പിന്നെ വേറൊരു കാര്യം കൂടിയുണ്ട്. നിങ്ങൾക്ക് ഭാഗ്യമുണ്ട്, അതുകൊണ്ടാണ് എന്നെ കാണാൻ കിട്ടിയത്. അല്ലെങ്കിൽ ഞാനിപ്പോൾ കല്യാണം കഴിച്ച് പോയേനെ. അവൾ പറഞ്ഞതും എല്ലാവരും ഞെട്ടലോടെ അവളെ നോക്കി. കല്യാണമോ? ശ്രീക്കുട്ടി ചോദിച്ചു. അതെ, എൻ്റെ ഈ സൗന്ദര്യവും അച്ചടക്കവും എല്ലാം കണ്ടിട്ട് ഞാൻ അമ്പലത്തിൽ പോയപ്പോൾ എന്നെ കണ്ട് ഇഷ്ടമാണെന്ന് പറഞ്ഞ് ഒരു അമ്മയും മകനും കല്യാണം ആലോചിച്ച് വന്നു. പക്ഷെ ചെറിയമ്മയുടെ ആങ്ങളയുടെ മകളെയാണ് അവർ കണ്ടത് എന്നും പറഞ്ഞ് ആങ്ങളയുടെ വീട്ടിലേക്ക് അവരെ കൊണ്ടുപോയി. അവിടെ വെച്ച് പെണ്ണിനെ കണ്ട ചെക്കൻ ഇതല്ല പെണ്ണ് എന്ന് പറഞ്ഞു. പക്ഷേ ആ അമ്മയുടെയും മകന്റെയും പെരുമാറ്റത്തിൽ നിന്നും രീതികളിൽ നിന്നും തന്നെ അവർ അത്യാവശ്യം നല്ല കാശുകാരാണ് എന്ന് മനസ്സിലായ അവർ ആ കല്യാണം എങ്ങനെയെങ്കിലും നടത്തണമെന്ന് ആഗ്രഹിച്ചു. അയാളുടെ ഫോണിൽ എൻ്റെ ഫോട്ടോ അയാൾ കാണിച്ചു കൊടുത്തു. ആ ഫോട്ടോ കണ്ടപ്പോൾ ചെറിയമ്മ പറഞ്ഞു എൻ്റെ വിവാഹം ഉറപ്പിച്ചതാണെന്നും പഠനം കഴിയാൻ വേണ്ടി കാത്തു നിൽക്കുകയാണ് എന്നും പറഞ്ഞു. നൈസായിട്ട് എനിക്ക് വന്ന വിവാഹാലോചന മുടക്കി. എന്നിട്ട് ആങ്ങളയുടെ മകളുമായിട്ട് കല്യാണം നടത്തിയാൽ കൊള്ളാമെന്ന് അവരോട് പറഞ്ഞു. അമ്മയ്ക്ക് ആ പെങ്കൊച്ചിനെ ഇഷ്ടപ്പെട്ടു. പിന്നെ അത്യാവശ്യം സ്ത്രീധനം എല്ലാം അവർ കൊടുക്കാമെന്നും അവളെക്കുറിച്ച് നല്ല രീതിയിൽ ഒന്ന് പൊക്കിയൊക്കെ പറഞ്ഞപ്പോൾ അവർ ഫ്ലാറ്റ്. പിന്നെ അക്കൂട്ടത്തിൽ എന്നെപ്പറ്റി അല്പം മോശമായിട്ട് കൂടി പറഞ്ഞതോടുകൂടി അവർക്ക് എന്നോടുള്ള താല്പര്യവും പോയി. അവര് കല്യാണം ഉറപ്പിച്ചു. പക്ഷേ എനിക്ക് ഇതിലൊരു വാശിയുണ്ട്. അയാളെക്കാളും വലിയൊരാളെ കല്യാണം കഴിക്കണമെന്ന്. അവൾ പറഞ്ഞതും അല്ല, ഇതൊക്കെ നീ എങ്ങനെ അറിഞ്ഞു? ശ്രീക്കുട്ടി ചോദിച്ചു. അതോ, ഇത് സത്യത്തിൽ ഞാൻ അറിഞ്ഞത് അവരുടെ ആങ്ങളയുടെ വീട്ടിൽ നിന്നാണ്. അവിടെ എനിക്കൊരു സ്പൈ ഉണ്ട്, അവൾ പറഞ്ഞു. ആര്? അവരുടെ ആങ്ങളയുടെ മകളില്ലേ, ഇപ്പം ഞാൻ പറഞ്ഞ ആ കല്യാണ പെണ്ണ്. അവളുടെ ഒരു അനിയത്തിക്കുട്ടിയുണ്ട്. അവളും ഞാനും നല്ല കൂട്ടാ. പക്ഷേ അത് അവർക്കാർക്കും ഇഷ്ടമല്ലെങ്കിലും ആ കുട്ടിക്കുറുമ്പി എൻ്റെ കൂടെ ഉണ്ടാവും അവിടെ ചെന്നാ. അവളാ എന്നോട് പറഞ്ഞത്. അവൾ ഒളിച്ചു നിന്ന് കേട്ടതാ. അവൾ പറഞ്ഞു. എന്നിട്ട് എന്തായി? എന്താവാൻ? അവര് ഞാൻ പോവാണെന്ന് പറഞ്ഞപ്പോൾ ഒത്തിരി സന്തോഷം അവർക്ക്. കാരണം ഞാൻ പോന്നിട്ട് വേണമല്ലോ അവർക്ക് ആ വിവാഹം നടത്താൻ. പിന്നെ ഞാൻ നോക്കിയപ്പോൾ അവിടെ നിന്നിട്ട് വലിയ കാര്യമൊന്നുമില്ലാന്ന് തോന്നി ഞാൻ ഇങ്ങോട്ട് പോന്നു, അവൾ പറഞ്ഞു. അല്ല, നീ വലിയ ഒരാളെ കല്യാണം കഴിക്കണം എന്ന് പറഞ്ഞത് എന്താ നീ ഉദ്ദേശിച്ചത്? വലിയ ആളെന്ന് പറഞ്ഞ പൊക്കവും വണ്ണവും ഉള്ള ആളെയാണോ നീ ഉദ്ദേശിച്ചത്? സാരംഗി ചോദിച്ചു. ഒന്ന് പോയേടി. പൊക്കത്തിലും വണ്ണത്തിലും ഒന്നും ഒരു കാര്യമില്ല. പണത്തിലാ മോളെ കാര്യം. പണം, അതാണ് പവർ. അതുണ്ടെങ്കിൽ ഈ ലോകത്ത് വിലയുള്ളൂ. അത് ശരിക്കും അറിയുന്ന ആളാ ഞാൻ. ഒരു പണക്കാരനെ മാത്രമേ ഞാൻ കല്യാണം കഴിക്കൂ, അവൾ പറഞ്ഞു. അവൾ പറഞ്ഞത് കേട്ടതും റോയും ശങ്കറും വിശ്വത്തിനെ നോക്കി. മോളെ, പണം മാത്രം പോരാ, അല്പം ബുദ്ധിയും ബോധവും കൂടി ഉള്ള ആളെ നോക്കണേ, റോയ് പറഞ്ഞതും ശങ്കർ അവനെ ഒന്ന് കൂർപ്പിച്ചു നോക്കി. അല്ല ബാനു, പണം മാത്രം മതിയോ നിനക്ക്? ദക്ഷ ചോദിച്ചു. പണം മാത്രം പോരാ, എന്നെ സ്നേഹിക്കണം. ഇത്രയും നാളും ഞാൻ അറിയാതിരുന്ന സ്നേഹവും കരുതലും എല്ലാം എനിക്ക് കിട്ടണം. അങ്ങനെയുള്ള ഒരാളെ എനിക്ക് മതി. അതുവരെ കാത്തിരിക്കാൻ ഞാൻ റെഡിയാണ്, ബാനു പറഞ്ഞു. അതെ, എന്താ എല്ലാവരും അവിടെ തന്നെ നിൽക്കുന്നത്? ഇങ്ങോട്ട് കയറി വാ, അങ്ങോട്ട് വന്നുകൊണ്ട് മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിയുടെ പുറകിൽ തന്നെ മുത്തശ്ശനുമുണ്ട്. വാ മക്കളെ, എന്താ അവിടെ തന്നെ നിൽക്കുന്നത്? അകത്തേക്ക് കയറി വന്നിട്ടും നിങ്ങൾക്ക് സംസാരിക്കാം, മുത്തശ്ശൻ പറഞ്ഞു. വരികയാണ് മുത്തശ്ശ. അതിനു മുമ്പ് ഇത്രയും ദിവസത്തെ വിശേഷങ്ങൾ പറയാനുണ്ടായിരുന്നേ. അത് ചൂടോടെ പറഞ്ഞില്ലെങ്കിൽ ഒരു സുഖം ഉണ്ടാവില്ല. ചിലപ്പോൾ മറന്നുപോയാലോ. അതുകൊണ്ട് വന്ന ഉടനെ ദേ അവരെ കണ്ട് പറഞ്ഞു കഴിഞ്ഞപ്പോഴാ ഒരു സമാധാനായത്. പിന്നെ ഇനി സ്വസ്ഥായിട്ടിരിക്കാം, ബാനു പറഞ്ഞു. ഇതായിരിക്കും ബാനു അല്ലേ, മുത്തശ്ശൻ ചോദിച്ചു. അതെ, ഞാനാ ബാനു. എങ്ങനെ മനസ്സിലായി? അവൾ ചോദിച്ചു. അത് ഇവര് പറഞ്ഞിട്ടുണ്ടായിരുന്നേ, ഇവരുടെ കൂട്ടത്തില് ഒരു FM റേഡിയോ ഉണ്ടായിരുന്നു എന്ന്. നിർത്താതെ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു സാധനം. മറ്റുള്ളവർക്ക് പറയുന്നത് ഒന്നും കേൾക്കുകയും വേണ്ട, ഇങ്ങോട്ട് പറഞ്ഞുകൊണ്ടേയിരിക്കും. അങ്ങനെയുള്ള ഒരാള് ഇവരുടെ കൂട്ടത്തിലുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോ നിന്റെ സംസാരം കേട്ടപ്പോൾ തന്നെ മുത്തശ്ശന് മനസ്സിലായി
വിശ്വം പറഞ്ഞു. എൻ്റെ പൊന്നു ചേട്ടാ, FM റേഡിയോയ്ക്ക് മാറ്റം വന്നതൊന്നും ചേട്ടൻ അറിഞ്ഞില്ലേ? ചേട്ടൻ പറഞ്ഞ FM റേഡിയോ ഒക്കെ പഴയ കാലത്ത്. ഇപ്പോഴത്തെ FM റേഡിയോയ്ക്ക് ഇങ്ങോട്ട് മാത്രമല്ല അങ്ങോട്ടും പറയാം. നമ്മൾ പറയുന്നത് കേൾക്കാനും ആളുകളുണ്ട്. പിന്നെ നമ്മൾ ആവശ്യപ്പെടുന്നത് നൽകാനും അവർക്ക് സാധിക്കുന്നുണ്ട്. അതുകൊണ്ട് ഇനി FM റേഡിയോ എന്ന് പറഞ്ഞ് ആരെയും കളിയാക്കാൻ നിൽക്കണ്ട കേട്ടോ. വിട്ടുകൊടുക്കാതെ ഭാനു പറഞ്ഞുകൊണ്ട് തന്നെ എല്ലാവരും അകത്തേക്ക് കയറി. കൊള്ളാലോ ഈ വീട്, എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു, ഭാനു പറഞ്ഞു. മക്കളെ ഇരിക്ക്, കുടിക്കാൻ എന്തെങ്കിലും കൊണ്ടുവരാം എന്ന് പറഞ്ഞ് മുത്തശ്ശി കിച്ചണിലേക്ക് നടന്നു. അയ്യോ മുത്തശ്ശി വേണ്ട, ഞങ്ങൾ ഭക്ഷണം കഴിഞ്ഞിട്ട് ഇപ്പോൾ വന്നതേയുള്ളൂ, ഇനി ഒന്നും വേണ്ട, വയറിൽ കൈവച്ചുകൊണ്ട് അവൾ പറഞ്ഞു. പിന്നെ മുത്തശ്ശിയും മുത്തശ്ശനും ഭാനുവിനോടും സാരംഗിയോടും ശ്രാവണിയോടും വിശേഷങ്ങൾ എല്ലാം ചോദിച്ചു. ശ്രീദേവ് സാറില്ലേ ഇവിടെ? പതിയാണ് ഭാനു ചോദിച്ചത്. ഉണ്ട്, അവന് ചെറിയൊരു അപകടം പറ്റിയല്ലോ, അപ്പോൾ അതിൻ്റെ ചെറിയൊരു മുറിവുണ്ട്, അതിന് മെഡിസിൻ കഴിക്കുന്നുണ്ട്, അത് കഴിച്ചിട്ട് ഒന്ന് കിടക്കാൻ വേണ്ടി പോയതാണ്, മുത്തശ്ശി പറഞ്ഞു. ഇവള് വിളിച്ചപ്പോൾ പറഞ്ഞായിരുന്നു, കാര്യമായിട്ടൊന്നും പറ്റിയില്ലല്ലോ, അത് തന്നെ ഭാഗ്യം. എന്നാ കുടിക്കാൻ ഒന്നും വേണ്ടെങ്കിൽ മക്കൾ പോയി ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്തിട്ട് ഒന്ന് ഫ്രഷ് ആയിട്ട് വാ, മുത്തശ്ശി പറഞ്ഞു. എന്നാൽ പിന്നെ അങ്ങനെ ആകട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് അവർ മുകളിലേക്ക് നടന്നു. അവർ മുകളിലേക്ക് കയറി പോകുമ്പോൾ വിശ്വവും ശങ്കറും അവരെയൊന്ന് നോക്കി. അത് ഒരു വായാടിയാണെന്ന് തോന്നുന്നു അല്ലേ? മുത്തശ്ശി ഭാനുവിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു. വായാടിയോ? ഒരു ഗുണ്ടയാണ്. ഇന്ന് റെയിൽവേ സ്റ്റേഷനിൽ വെച്ച് തന്നെ ഞങ്ങളത് കണ്ടതാ എന്ന് റോയ് പറഞ്ഞതും അതെന്താ സംഭവം? മുത്തശ്ശൻ ചോദിച്ചു. പിന്നെ റെയിൽവേ സ്റ്റേഷനിൽ ഉണ്ടായ കാര്യങ്ങളെല്ലാം പറഞ്ഞു. മിടുക്കി, അങ്ങനെയായിരിക്കണം. എന്തായാലും എനിക്കിഷ്ടപ്പെട്ടു ആ കുട്ടികളെ. ഓരോരുത്തർക്കും ഓരോ സ്പെഷ്യൽ ക്യാരക്ടേഴ്സാണ് അല്ലേ? മുത്തശ്ശൻ ചോദിച്ചു. അതെ, അവരെല്ലാവരും ഡിഫറെൻറ്റ് ക്യാരക്ടേഴ്സിന് ഉടമകളാണ്, പക്ഷേ എല്ലാം സൂപ്പറാണ്, റോയ് പറഞ്ഞു. അത് ശരിയാ. അക്കൂട്ടത്തിൽ വേറിട്ട് നിൽക്കുന്നത് നമ്മുടെ ശരണ്യ മാത്രമാണ്. ഇപ്പോൾ അവളും അവരുടെ കൂടെ കൂടി ഒന്ന് സ്മാർട്ടായി വരുന്നുണ്ട്, മുത്തശ്ശി പറഞ്ഞു. അത് ശരിയാ. ആ പാലസിലിട്ട് ആ കൊച്ചിനെ മുരടിച്ച് കളയാതെ ഇങ്ങോട്ട് വന്നതുകൊണ്ടും പിന്നെ ഇവരെ കൂട്ടുകാരായി കിട്ടിയതുകൊണ്ടും അതിന് ഗുണമേ ഉണ്ടായിട്ടുള്ളൂ. അല്ലെങ്കിൽ ഇപ്പോഴും അത് ആ പാലസിൽ ഒറ്റയ്ക്ക് കിടന്ന് നരകിച്ചേനെ. ഞാൻ കണ്ടിട്ടുള്ളതാ അവിടുത്തെ അവസ്ഥ. അവർക്ക് പണം മാത്രമേ ഉള്ളൂ. എനിക്ക് ചിലപ്പോഴൊക്കെ ദേഷ്യം വരാറുണ്ട്, വിശ്വം പറഞ്ഞു. നീ ദേഷ്യപ്പെട്ടിട്ട് കാര്യമില്ല, ചന്ദ്രമൗലി ഫാമിലി അങ്ങനെയാണ്, മുത്തശ്ശൻ പറഞ്ഞു. എന്നാലും ഒക്കെ കൂടി ഇങ്ങോട്ട് വരുന്നത് എന്തിനാണാവോ? നല്ലൊരു വിഷുവാണ് വരുന്നത്, പിന്നെ അമ്പലത്തിലെ ഉത്സവം, ഇവരും ഉണ്ട്. എല്ലാം കോളമാക്കാനായിട്ട് വരുന്നതാ എല്ലാം കൂടി, വിശ്വം പറഞ്ഞു. അയ്യോ, അക്കൂട്ടത്തിൽ ശ്രീദേവിൻ്റെ അമ്മയും അച്ഛനും ഉണ്ട്, നീ അത് മറന്നു പോകല്ലേ, ശങ്കർ പറഞ്ഞു. അവൻ പറഞ്ഞതിൽ കാര്യമുണ്ട്. ഈ നമ്മുടെ ഒരു സന്തോഷം നശിപ്പിക്കാനായിട്ട് വരുന്നത് പോലെയാ എനിക്ക് തോന്നുന്നത്, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശി സമാധാനപ്പെട്. ആ പോയതുങ്ങളൊന്നും അത്ര നിസ്സാരക്കാരായി കാണണ്ട. അവരോട് ഒന്ന് പറഞ്ഞ തിരിച്ച് 10 പറയുന്ന ടൈപ്പാ ആ 4 എണ്ണവും. പിന്നെ നമ്മളും കൂടെയുണ്ടല്ലോ, റോയ് പറഞ്ഞു. അല്ല, അവർക്ക് താമസിക്കാൻ എങ്ങനെയാ? ഇവിടെ താമസിക്കാൻ പറ്റുമോ അവർക്ക്? റോയ് ചോദിച്ചു. എനിക്ക് ഒരു നിർബന്ധവുമില്ല. ഇനി ടൗണിൽ ഒരു ഹോട്ടൽ അറേഞ്ച് ചെയ്ത് കൊടുക്കണമെങ്കിൽ അതും ചെയ്യാം. അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നത്, മുത്തശ്ശി പറഞ്ഞു. അതെങ്ങനെയാടോ? മോളും മരുമോനും അല്ലേ വരുന്നത്. അപ്പോൾ അവരുടെ ഫാമിലിയെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഹോട്ടലിൽ റൂം എടുത്ത് കൊടുത്ത് താമസിപ്പിക്കുക എന്ന് പറഞ്ഞാൽ അത് ശരിയാകുമോ? മുത്തശ്ശൻ ചോദിച്ചു. അവരോട് ഞാൻ മാറിപ്പോകാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ മോൾക്കും ഇവിടെ നിൽക്കാം. ബാക്കിയുള്ളവർ എല്ലാവരും ഉണ്ടെന്നല്ലേ പറഞ്ഞത്. അവർക്ക് വേണമെങ്കിൽ ടൗണിൽ എടുത്തു കൊടുക്കാം. നമ്മുടെ ഈ വീടും ചുറ്റുപാടും ഭക്ഷണം ഒന്നും അവർക്ക് പറ്റില്ല. വെറുതെ എന്തിനാ വീണ്ടും ഇഷ്ടക്കേട് കൂട്ടുന്നത്? എനിക്ക് തോന്നുന്നത് അതായിരിക്കും കുറച്ചുകൂടി നല്ലതെന്നാണ് എന്ന് മുത്തശ്ശി പറഞ്ഞു. അപ്പോഴാണ് ശ്രീദേവ് പടികൾ ഇറങ്ങി വരുന്നത് കണ്ടത്. ഇത്ര പെട്ടെന്ന് നിന്റെ ഉറക്കം കഴിഞ്ഞോ? മുത്തശ്ശി ചോദിച്ചു. അതെങ്ങനെയാ? ഇവിടെ നിന്നും കയറിപ്പോയ ഞങ്ങൾ ഒച്ചയുണ്ടാക്കി കാണൂല്ലേ? നിന്നെ ഡിസ്റ്റർബ് ചെയ്തോടാ? ശങ്കർ ചോദിച്ചു. ഏയ് ഇല്ല, സംസാരമെല്ലാം കേട്ടു. അപ്പോൾ എനിക്ക് തോന്നി അവർ വന്നെന്ന്. പിന്നെ ഇങ്ങനെ ഉച്ചയുറക്കം പതിവില്ലാത്തത് കൊണ്ട് ഞാൻ അങ്ങനെയൊന്നും ഉറങ്ങിയിട്ടുണ്ടായിരുന്നില്ല, ശ്രീദേവ് പറഞ്ഞു. അല്ല, അപ്പോൾ നീ കണ്ടില്ലേ അവരെ? റോയ് ചോദിച്ചു. ഇല്ല, ശബ്ദം കേട്ടായിരുന്നു, അവൻ പറഞ്ഞു. സത്യം പറഞ്ഞ ഈ വീട് ഇപ്പോഴാ ആള് താമസം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നത്, മുത്തശ്ശൻ പറഞ്ഞു. അതെ,
മുത്തച്ഛൻ്റെ കുഴപ്പാ. ഈ ഒറ്റ മോളിലേക്ക് നിർത്താൻ പാടുണ്ടോ? 1, 2, 3, 4 വേണ്ടേ? അത്യാവശ്യം സമ്പാദിക്കുണ്ടായിരുന്നല്ലോ അക്കാലത്ത്. അപ്പോൾ കുട്ടികൾ എത്ര വേണമെങ്കിലും നോക്കായിരുന്നില്ലേ? ഇതിപ്പോൾ ഒരേ ഒരു മോള്, അതിനെയാണെങ്കിൽ അങ്ങ് ഹൈദരാബാദ് കൊണ്ടുപോയി കെട്ടിച്ചു കൊടുത്തിരിക്കുന്നു. പിന്നെ വല്ലപ്പോഴും അവർ വിടും. ഇപ്പോൾ കുറേ നാളായിട്ട് ഇങ്ങോട്ട് വരുന്നുമില്ല. അവർക്കാണെങ്കിൽ 2 മക്കൾ, അവറ്റങ്ങളെ കെട്ടിപ്പൂട്ടി വെച്ചിരിക്കുകയായിരുന്നു. ഇപ്പോഴാണ് കെട്ടഴിച്ച് പട്ടം പോലെ അവർ പറക്കാൻ തുടങ്ങിയത്. അപ്പോൾ ഇങ്ങനെയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, വിശ്വം പറഞ്ഞു. നീ ശരിക്കും ഡയറക്ടറല്ല മോനെ ആവേണ്ടത്, നീ ഒരു കഥാകൃത്താവേണ്ടതായിരുന്നു, മുത്തശ്ശൻ പറഞ്ഞു. അതെ, ഞാൻ കഥ എഴുതുന്നുണ്ട്, വിശ്വം പറഞ്ഞു. എന്നാ അത് പുറം ലോകത്ത് കാണിക്കണ്ട. ആരെങ്കിലും എഴുതി കൊണ്ടുവരുന്ന കഥ നോക്കി ഡയറക്റ്റ് ചെയ്താൽ മാത്രം മതി. ആവശ്യമില്ലാത്ത പണിക്ക് നീ നിൽക്കണ്ട, കേട്ടല്ലോ, മുത്തശ്ശൻ പറഞ്ഞു. ഓ, ഇഷ്ടപ്പെട്ടില്ല പുള്ളിയെ പറഞ്ഞത്. കാശുണ്ടാക്കാൻ ഓടി നടന്നപ്പോൾ കുട്ടികളെ ഉണ്ടാക്കാനും കൂടി നോക്കണമായിരുന്നു, വിശ്വം പതിയെ പറഞ്ഞു. അവൻ്റെ അടുത്തിരുന്ന ശ്രീദേവും റോയും അത് കേട്ടു. ഡാ, ശ്രീദേവ് വിളിച്ചു. ഞാൻ കാര്യമായിട്ട് പറഞ്ഞതാ, ഇപ്പോഴത്തെ കാലത്ത് ഒറ്റ മക്കളിലൊന്നും നിർത്തരുത്. അവർക്ക് കൂട്ടൊക്കെ വേണ്ടേ? ഒരു 4 5 പിള്ളേരൊക്കെ വേണം, വിശ്വം പറഞ്ഞു. ആ, കണ്ടാ മതി ഇത് ഞങ്ങൾ, കേട്ടല്ലോ, റോയ് പറഞ്ഞു. ഞാൻ അധ്വാനിക്കും, നീ നോക്കിക്കോ, വിശ്വം പറഞ്ഞു. ആ, നീ അധ്വാനിക്കും, പക്ഷേ കൂടെയുള്ള ആൾ കൂടി സമ്മതിക്കണം, കേട്ടോ. നിന്റെ ഒറ്റ അധ്വാനം കൊണ്ട് മാത്രം കുഞ്ഞുണ്ടാവില്ല, കേട്ടല്ലോ, ശങ്കർ പറഞ്ഞു. അവരുടെ സംസാരം വഴി മാറിപ്പോകുന്നത് കണ്ട മുത്തശ്ശൻ, അപ്പോൾ ശ്രീദേവ് എന്താ ചെയ്യേണ്ടത്? അവർക്ക് ഹോട്ടലിൽ റൂം അറേഞ്ച് ചെയ്യണോ, അല്ലെങ്കിൽ ടൗണിലെ നമ്മുടെ വീട് അവർക്കായി വിട്ടുകൊടുക്കണോ? എന്താ ചെയ്യേണ്ടത്? അവരുടെ ഫുഡൊന്നും ഇവിടെ കിട്ടില്ല, നമുക്കുണ്ടാക്കി കൊടുക്കാൻ പറ്റുകയുമില്ല. പിന്നെ മുത്തശ്ശിക്ക് എന്തായാലും ഒറ്റയ്ക്ക് അത് ചെയ്യാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല, മുത്തശ്ശൻ പറഞ്ഞു. എനിക്ക് പറ്റില്ല അവർക്ക് വേണ്ടി ഫുഡ് ഉണ്ടാക്കാൻ, മുത്തശ്ശി പറഞ്ഞു. മുത്തശ്ശിയുടെ ദേഷ്യം മനസ്സിലായ ശ്രീദേവ്, നോക്കാം മുത്തശ്ശ, അമ്മ എന്താ പറയുന്നതെന്ന് നോക്കാം. പിന്നെ അവർ ഇവിടെ നിന്ന് മാറി താമസിക്കാൻ സാധ്യതയുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, ശ്രീദേവ് പറഞ്ഞു. അതെന്താടാ നീ അങ്ങനെ പറഞ്ഞത്? എടാ, അവർ വരുന്നതിൻ്റെ ഉദ്ദേശം നമുക്ക് ഏകദേശം മനസ്സിലായതല്ലേ. അങ്ങനെയുള്ളപ്പോൾ അവർ ഇവിടെ നിന്ന് മാറി താമസിക്കുമെന്ന് ചിന്തിക്കാൻ ഞാൻ അത്ര മണ്ടനല്ല, ശ്രീദേവ് പറഞ്ഞു. ഓ, അത് ശരിയാണല്ലോ. അപ്പോൾ മുത്തശ്ശ, അവർ ഇവിടെ തന്നെ നിൽക്കാനാ സാധ്യത. കാരണം SS ഗ്രൂപ്പ് ആരുടെയാണെന്ന് അറിയണം. SS ഗ്രൂപ്പിൽ ശ്രീദേവിന് പങ്കുണ്ടോ എന്നറിയണം. ഇനി SS ഗ്രൂപ്പ് ആർക്കെങ്കിലും കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് ആർക്കാണ് മുത്തശ്ശൻ കൊടുത്തത് എന്നറിയണം. പിന്നെ അക്കൂട്ടത്തിൽ ശ്രീദേവിനുള്ള ഒരു കെണി കൂടി വരുന്നുണ്ടെന്നാണ് എനിക്ക് കിട്ടിയ ഒരു റിപ്പോർട്ട്, റോയ് പറഞ്ഞു. എന്ത് കെണി? മുത്തശ്ശി ചോദിച്ചു. വിവാഹം. അങ്ങനെ ഒരു കെണി ആ വരുന്ന കൂട്ടത്തിലുണ്ട്. നീ പറഞ്ഞതെന്താ? എനിക്ക് മനസ്സിലായില്ല, മുത്തശ്ശി അല്പം കടുപ്പത്തിൽ ചോദിച്ചു. അതെ, ഇവൻ കൈവിട്ട് പോകാതിരിക്കാൻ ഇവന് വേണ്ടി ഒരു ആലോചന അവിടെ നടക്കുന്നുണ്ട്. അതിന് അവരിട്ടിരിക്കുന്ന പേര് പ്രണയം എന്നാണ്. അതായത് ചന്ദ്രമൗലി ഫാമിലിയിലെ പെൺതരിയായ കനിക സിംഹയ്ക്ക് നമ്മുടെ ശ്രീദേവിനോട് പ്രണയം. അപ്പോൾ അവളുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കാനുള്ള വരവ് കൂടിയാണ് ഇതെന്നാണ് എനിക്ക് കിട്ടിയ റിപ്പോർട്ട്. അതും അത്ര രഹസ്യ വിവരമുള്ള റിപ്പോർട്ടാണ്. അതും അവളുടെ അടുത്ത വൃത്തങ്ങളിൽ നിന്ന് കിട്ടിയ റിപ്പോർട്ട്, റോയ് പറഞ്ഞതും. ആര്? നിന്റെ ആ പഴയ എക്സ് ഗേൾ ഫ്രണ്ട് അല്ലേ നീ ഉദ്ദേശിച്ചത്? ശങ്കർ ചോദിച്ചു. അതെ, അവള് കനികയുടെ എർത്താണെന്നറിയാലോ. അവളിൽ നിന്നും ന്യൂസ് ചോർത്താനാണ് ഞാൻ അവളെ പതിയെ വളയ്ക്കാൻ നോക്കിയത്. പക്ഷേ അവളത് കാര്യമാക്കി എടുക്കാൻ തുടങ്ങിയപ്പോൾ ഞാൻ പതിയെ നൈസായിട്ട് തലയൂരി. എന്നാലും അവൾക്ക് എന്നോട് വല്ലാത്തൊരു അടുപ്പമുണ്ട്. അതുകൊണ്ട് അവൾ അവിടെ തുമ്മിയാൽ പോലും ഇവിടെ ഇരുന്ന് ഞാൻ അറിയും, റോയ് പറഞ്ഞു. എന്തായാലും നോക്കാം നമുക്ക് എവിടം വരെ പോകുമെന്ന്, മുത്തശ്ശൻ പറഞ്ഞു. ഒന്നും നോക്കാനില്ല, എൻ്റെ കൊച്ചുമോന് അവളെ വേണ്ട. ആ കുടുംബത്തിൽ നിന്നും ഒരെണ്ണത്തിന് സഹിക്കുന്ന പാട് നമുക്കറിയാം. ഇനിയോ? ഇനിയില്ല, മുത്തശ്ശി പറഞ്ഞു. അല്ലെങ്കിലും എനിക്കുള്ളതിനെ ഞാൻ കണ്ടുവച്ചിട്ടുണ്ടല്ലോ മുത്തശ്ശി, അതുകൊണ്ട് അതോർത്ത് മുത്തശ്ശി ടെൻഷൻ ആവണ്ട എന്ന് പറഞ്ഞ് അവൻ മുകളിലേക്ക് നോക്കി. അവൻ്റെ ചുണ്ടിൽ മനോഹരമായ പുഞ്ചിരി ഉണ്ടായിരുന്നു, അവൻ്റെ പെണ്ണിന് മാത്രമായിട്ടുള്ള പുഞ്ചിരി. അല്പസമയം അവർ ബിസിനസ് കാര്യങ്ങളും ടെൻഡറിൻ്റെ കാര്യങ്ങളും സംസാരിച്ചിരുന്നു. അപ്പോഴാണ് മുകളിൽ നിന്നും എല്ലാവരും പടികൾ ഇറങ്ങി വരുന്നത്. അവർ വരുമ്പോൾ തന്നെ പെട്ടെന്ന് അറിയാൻ പറ്റുന്നുണ്ട്, കലപില ശബ്ദമാണ്.
ഇതെന്താ ഇങ്ങനെ? സ്കൂൾ വിട്ട് പിള്ളേർ വരുന്നത് പോലെ റോയ് മുകളിലേക്ക് നോക്കിക്കൊണ്ട് പറഞ്ഞു. അവർ സംസാരിക്കട്ടെ, അതിന് നിനക്കെന്താ കുഴപ്പം? മുത്തശ്ശൻ ചോദിച്ചു. ഓ, ഇനി ഈ മുത്തശ്ശൻ തന്നെ എന്നോട് പറയണോട്ടോ ഇവിറ്റങ്ങളുടെ ചിലപ്പ് കൊണ്ട് എനിക്ക് ഇരിക്കാൻ പറ്റുന്നില്ല എന്ന്. ഞാൻ കേൾക്കേണ്ടി വരരുത് ഇനി, കേട്ടല്ലോ? റോയ് പറഞ്ഞു. അങ്ങനെയൊന്നും ഉണ്ടാവില്ല. വാ മക്കളെ, ഇരിക്ക്. അപ്പോഴേക്കും മുത്തശ്ശി കിച്ചണിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. അവരെല്ലാവരും അവിടെയുള്ള സോഫയിലായി വന്നിരുന്നു. ശ്രീദേവ് ദക്ഷയെ നോക്കുന്നുണ്ട്. ദക്ഷ അവൻ്റെ മുഖത്തേക്കേ നോക്കുന്നില്ല. അല്പസമയം കഴിഞ്ഞതും മുത്തശ്ശിയും അവിടെ ജോലിക്ക് നിൽക്കുന്ന ചേച്ചിയും കൂടി ചായയും സ്നാക്സും എല്ലാമായിട്ട് വന്നു. മക്കള് താഴേക്ക് വന്നൂല്ലേ? ഞാൻ കേട്ടായിരുന്നു ശബ്ദം, മുത്തശ്ശി പറഞ്ഞു. അത് മുത്തശ്ശി മാത്രമല്ല, ദാ ആ മുറ്റത്ത് നിൽക്കുന്ന ഡ്രൈവർമാർ വരെ കേട്ടിട്ടുണ്ടാവും, റോയ് പറഞ്ഞു. നിനക്ക് എന്താടാ കുഴപ്പം? മുത്തശ്ശൻ ചോദിച്ചു. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അവൻ ചെറിയൊരു പിണക്കത്തോടെ സാരംഗിയെ നോക്കി. ഹായ്, എല്ലാവരും സുഖമായിട്ടിരിക്കുന്നോ? ഞാൻ സുഖമായിട്ടിരിക്കുന്നു. അപ്പോൾ സ്റ്റോറി ഇട്ടിട്ടുണ്ട്. ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാതെ കേൾക്കുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കല്ലേ. ലവ് യു ഓൾ. ഇറ്റ്സ് മീ കാർത്തിക.